ഒരുമയും സ്നേഹവും ഉണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാം. അത്തരത്തിലൊരു ദമ്പതിമാരെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. തളിപ്പറമ്പ് പടപ്പങ്ങാട്ടെ പുരുഷോത്തമനും രുക്മിണിയും. ഇവർക്ക് എന്താണ് പ്രത്യേകത എന്നല്ലേ, കണ്ടുവരാം. പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സ്നേഹം കൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന രണ്ടുപേരെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. തളിപ്പറമ്പ് പടപ്പയങ്ങാട്ടെ പുരുഷുവേട്ടനും രുക്മിണി ചേച്ചിയും. ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലെങ്കിലും ഇവർ എല്ലാം അറിയുന്നു, അകക്കണ്ണിലെല്ലാം കാണുന്നു, പരസ്പരം സ്നേഹിക്കുന്നു, താങ്ങാവുന്നു, തണലാകുന്നു. ചെറുപ്രായത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു, തളർന്നില്ല, അധ്വാനിച്ചു. മരുന്ന് മേടിക്കണം, കോഴിക്കോട് പോകണം, ആമവാദത്തിൻ്റെ അസുഖമുണ്ട്. അല്ല, ഞങ്ങൾ ബസ്സിന് ഓട്ടോറിക്ഷ പെൻഷൻ കിട്ടിയെന്ന് എടുത്ത് പോവും. പാഴ്പെങ്ങളൊക്കെ നടക്കും. ഇപ്പം പടിയെടുക്കും, മറ്റു പടിയൊന്നും എടുക്കില്ല. ഞങ്ങളുണ്ട് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. മലപ്പുറംകാരിയായ രുക്മിണി ചേച്ചിയെ കണ്ടുമുട്ടിയതിനും വിവാഹത്തിലെത്തിയതിനും പിന്നിൽ ഒരു കഥയുണ്ട്. മലപ്പുറം കീഴുപറമ്പില് അവിടെ ഞങ്ങൾ സ്ഥാപനത്തിന് നിന്നതാണ്. 2 വർഷം ഞാൻ നിന്നു. പിന്നെ 5-6 മാസം കഴിയുമ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇവർ വന്നു. ഇവർ 6 മാസം നിന്നു. അത് അവിടുന്ന് കണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവർ ആങ്ങളേനെ വിളിച്ച് ചോദിച്ചു. അപ്പം ആങ്ങളെ ഞാൻ വന്ന് നോക്കട്ടെ, എനിക്ക് പറ്റിയതാണെങ്കിൽ ഞാൻ തരാമായിരുന്നു. അപ്പോൾ ആങ്ങളെയും വീട്ടുകാരൊക്കെ പാടെ വന്ന് നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നപ്പോൾ സമ്മതിച്ചു. ഭക്ഷണം പാകം ചെയ്യും, സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകും, ആരെയും ആശ്രയിക്കില്ല. പുരുഷനും നമ്മളുമായിട്ട് 10-20 കൊല്ലത്തെ പരിചയമാണ്. ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് ചായ കുടിച്ചിട്ട് പോകുന്നത്. രാവിലെയും വൈകുന്നേരം ഇടക്കിടക്ക് വരും. നല്ലതാ, കണ്ണ് കാണൂല അവൾക്ക്. കുറേ വർഷമായി ഇവിടെ വരും. വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടം കൂടിയുണ്ട് ഇരുവർക്കും. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഇവർ ഇരുവരും പരസ്പരം സ്നേഹിക്കുകയാണ്. പടപ്പയങ്ങാട് നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.